everyone, welcome to Mehar's kitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. അയില കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ. മമ്മി കാണിച്ചു തരും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഈ സിമ്പിൾ കേരള സ്റ്റൈൽ മീൻ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിനാവശ്യമുള്ളത് 1/2 കിലോ മീനാണ്. അയില മീനാണിത്. ഇത് വലിയ വലിയ കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളത് 1 കപ്പ് തേങ്ങ ചെരുവിയത്, പിന്നെ 5-6 ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളി, പിന്നെ ആവശ്യമുള്ളത് 3/4 കപ്പ് പുളിവെള്ളമാണ്. പുളിവെള്ളം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പിന്നെ ആവശ്യമുള്ളത് ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 5-6 പച്ചമുളക് ഇങ്ങനെ നടുവൊന്ന് കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തൂമിക്കാനായിട്ട് ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ഒരു തക്കാളിയാണ്. തക്കാളി ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് കറിവേപ്പിലയാണ്. തൂമിക്കാനായിട്ട് ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തേങ്ങ അരച്ചെടുക്കേണ്ടതാണ്. ഇതിനായിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും മിക്സർ ജാറിലിട്ട് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് അരക്കാനായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങ നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം, ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ മിക്സർ ജാറിൽ ഉണ്ടായിരുന്ന ആ തേങ്ങ അരപ്പും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും നമുക്ക് ഈ ബോളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ഇട്ടിട്ട് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ തേങ്ങ അരപ്പിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് കട്ടി തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമ്മൾ കറി ഉണ്ടാക്കാൻ റെഡിയാണ്. ഇനി ഇതിലേക്ക് തക്കാളിയും കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പച്ചമുളക് പിന്നെ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അല്ലെങ്കിൽ മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. എണ്ണ ചൂടായ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക്, ബാക്കിയുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ, ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ചെറിയ ഉള്ളിയുടെ കളർ മാറിയിട്ടുണ്ട്, ഒന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് വേപ്പിൻ്റെ ഇല വഴറ്റിയെടുക്കണം. ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് ശരിയാക്കിയ തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിൽ എന്തെങ്കിലും ബാക്കി അരിപ്പുണ്ടെങ്കിൽ അതും ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് തള വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തള വന്നിട്ട് വേണം ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അധികം കട്ടിയും പാടില്ല, അധികം ലൂസായിട്ടും പാടില്ല. പിന്നെ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്യാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, ചേർത്ത് കൊടുക്കാം, പാകമാക്കിയെടുക്കാം. ഇളക്കി കൊണ്ട് വേണം ഇത് ശരിയാക്കിയെടുക്കാൻ. തേങ്ങ ആയത് കാരണം പിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ട് ഇത് ശരിയാക്കിയെടുക്കണം. ചെറുതായിട്ട് തളങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊണ്ട് വേണം ഇത് ശരിയാക്കിയെടുക്കാൻ. തേങ്ങ പിരിയാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് ശരിയാക്കിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ തള വരാൻ തുടങ്ങി. തള വരാൻ ഒക്കെ നല്ലതായിട്ട് തുടങ്ങുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇത് നല്ലോണം തിളച്ച് മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇങ്ങനെ താഴ്ന്ന് ഇങ്ങനെ തിള വരാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ മീനിട്ട് കൊടുക്കാം. അധികം തിളച്ച് വരാൻ ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ട് സൈഡിൽ നിന്നും താഴെ നിന്നൊക്കെ ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ഇനി മീനിട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മീനൊന്ന് അടിയിൽ കറിയിലാക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അത് ഇളക്കി കൊടുക്കേണ്ടത്. സ്പൂൺ ഇടാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിളക്കുമ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. വീഡിയോയിൽ കാണിക്കുന്ന പോലെ സ്പൂൺ ഇടരുത്, അല്ലെങ്കിൽ മീൻ പൊട്ടിപ്പോവും. കറി ഇങ്ങനെ നന്നായിട്ട് തിളക്കുമ്പോൾ ഇത് 4 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇങ്ങനെ തിളക്കുമ്പോൾ ഇളക്കി കൊടുത്തിട്ട് 4 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. 4 മിനിറ്റോളം കറി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തീ കുറച്ച് എടുക്കാം. അപ്പോൾ 4 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി സിമ്മാക്കിയിട്ട് 4 മിനിറ്റ് വീണ്ടും ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് സിമ്മിൽ കറി വേവിച്ചെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ മീനിട്ടതിന് ശേഷം ഒരു 8-10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മൾ സിമ്പിൾ കേരള സ്റ്റൈൽ അയില കറി റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല സിമ്പിളാണ്, അധികം സമയവും വേണ്ട ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ, ദോശ, പുട്ട്, നൂൽപുട്ട് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്തായാലും. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.